പടച്ചവനെ, അങ്ങകലെ ഫലസ്തീനിൽ ചെറിയ പിഞ്ചുമക്കളെ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് അവരെ നോക്കാനുള്ളത്? ആരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ളത്? ആരാണ് സംരക്ഷിക്കാനുള്ളത്? അത് അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ വിപത്താണ്, മുസീബത്താണ്. പക്ഷേ അതിൻ്റെ പേരിൽ ആ ചെറിയ മക്കളെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല, അവിടെയുള്ള സ്ത്രീകളെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല, അവിടെയുള്ള പുരുഷന്മാരെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല, അവിടെ ഒന്നും ഈമാൻ തെറ്റുന്നില്ല. ഇതൊക്കെ റബ്ബ് ഞങ്ങൾക്ക് തന്ന പരീക്ഷണമാണ്. അതിനൊക്കെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന നിലക്ക് അവർ ക്ഷമിച്ച് നെഞ്ചൂക്കോടുകൂടെ നിൽക്കുകയാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് അൽഹംദുലില്ലാ ഇവിടെ മുസീബത്ത് വന്നപ്പോ അതിന്റെ പേരിൽ കുറെ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കാൻ കൂടി റബ്ബിന്റെ തീരുമാനമുണ്ടാകാം. ആളുകളുടെ സഹായം ഒഴുകി വരികയാണ്. ആളുകളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് വേണ്ടി ചിന്തിക്കുകയാണ്, നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്, നമുക്ക് എന്തും തരാൻ ആളുകൾ തയ്യാറാവുകയാണ്. അതൊക്കെ അള്ളാഹു അവരെ മനസ്സിൽ ഇട്ടുകൊടുത്തത് കൊണ്ടല്ലേ? ഈ ആനയുടെ മനസ്സിൽ നല്ലത് തോന്നിപ്പിച്ച റബ്ബ് ജനങ്ങൾക്കൊക്കെ ഇവരെ സഹായിക്കണമെന്ന ചിന്ത തോന്നിപ്പിക്കുന്നു, ഇവരെ സംരക്ഷിക്കണമെന്ന ചിന്ത തോന്നിപ്പിക്കുന്നു. അത് റബ്ബിന്റെ കാരുണ്യമല്ലേ? ആ റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിക്കണം, ആ റബ്ബിലേക്കുള്ള ചിന്ത വർദ്ധിക്കണം, ആ റബ്ബിനോട് ഇനിയും നല്ലത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് താണുകയാണ് അപേക്ഷിക്കണം. അവൻ എന്ത് തന്നാലും തന്നതിനെ നമ്മൾ രണ്ട് കൈയും കൂട്ടി വാങ്ങണം. അതിൽ നമുക്ക് പ്രതിഷേധമില്ല, എതിർപ്പില്ല, അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണയില്ല, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല. മോമിനായ മനുഷ്യൻ വല്ലദീന ആമനു അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അവനെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്? എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എത്ര തെറ്റ് ചെയ്തു പോയി, എന്നിട്ടും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അവൻ പിൻവലിച്ചിട്ടില്ലല്ലോ. എൻ്റെ കൈ കൊണ്ട് ഞാൻ എത്ര തെറ്റ് ചെയ്തു പോയി, എന്നിട്ടും എൻ്റെ കൈ അവൻ കുഴച്ചു കളഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ കാലുകൊണ്ട് ഞാൻ എത്ര തെറ്റിലേക്ക് നടന്നുപോയി, അവൻ ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ഞാൻ നടന്നുപോയി, എന്നിട്ടും എൻ്റെ കാല് അവൻ നശിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പലതും തെറ്റുകൾ വന്നിട്ടും എൻ്റെ റബ്ബ് എന്നെ ഇതുവരെയും അതൊന്നും നഷ്ടപ്പെടുത്താതെ, റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, വലിയ കാരുണ്യമുള്ള റബ്ബ്, വല്ലാതെ പുറത്തു കൊടുക്കുന്ന മാപ്പ് കൊടുക്കുന്ന റബ്ബ്, റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. ആ റബ്ബെങ്ങാനും തെറ്റിയുമ്പോൾ തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ ബാക്കി ഉണ്ടാവോ? അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിലനിന്നത്. ഇനി എന്തെങ്കിലും മുസീബത്തുകൾ റബ്ബ് തരുമ്പോ അതൊക്കെയും നമുക്ക് വലിയ പ്രതിഫലം തന്ന് ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, രോഗമായാൽ ദോഷം പൊറുക്കപ്പെടും, മുസീബത്തുണ്ടായാൽ ദോഷം പൊറുക്കപ്പെടും. ഇതുപോലെ ഒരു ഇരുമ്പ് തീയിൽ വെച്ച് ചൂടാക്കിയാൽ ഇരുമ്പ് പഴുക്കും, പക്ഷേ അതിന്റെ കറ കഴിഞ്ഞു പോകും. എൻ്റെ സഹോദരിമാര്, നിങ്ങൾ പഴയ പൊന്ന് അത് ഉരുക്കാൻ കൊണ്ടുപോകലില്ലേ? ഉരുക്കിക്കഴിഞ്ഞാൽ അത് നല്ല തങ്കമായി മാറും. എന്തേ? അതിലുള്ള ചേറൊക്കെ പോയി. ഇതുപോലെ മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്ന മുസീബത്ത് അത് ശുദ്ധീകരിക്കാനുള്ളതാണ്, ഫിൽട്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ കാണുന്നില്ലേ, വസ്ത്രം അലക്കുന്ന ആള്, അദ്ദേഹം കൊണ്ടുപോയി വസ്ത്രം അദ്ദേഹം നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് പുഴുങ്ങി, എന്നിട്ട് ആ വസ്ത്രം കറയൊക്കെ പോകണം, കുറെ സോപ്പും ചേർത്ത് സർഫും ചേർത്ത് അവസാനം പിന്നെ അദ്ദേഹം പാറയുടെ മേലെ വെച്ചിങ്ങനെ അടിക്കുകയാണ്. പക്ഷേ അതൊക്കെ കൂടി കഴിയുമ്പോഴേക്ക് ഈ വസ്ത്രം നല്ല വെള്ള വസ്ത്രമായി മാറി. ഇതുപോലെ ഈമാനുള്ളവർക്കുണ്ടാകുന്ന മുസീബത്തുകൾ അവരെ ശുദ്ധീകരിച്ചെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു തആല കൊടുക്കുന്നതായിരിക്കും എന്ന് കരുതി നമ്മൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് അല്ലാഹുവിനോട് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം, മുസീബത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് റബ്ബ് നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. പടച്ചവനോട് യാചിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ യാചിക്കാനുള്ള അടിമകളാണ്, അവൻ തരാനുള്ള ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥൻ എന്ത് തന്നാലും നമുക്ക് തൃപ്തിയാണ്. പക്ഷേ ഖൈറായത് പടച്ചവനോട് ചോദിക്കാൻ കൽപ്പനയാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരും. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, നിങ്ങൾ ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം തരും. അല്ലാഹു തആല അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ എല്ലാവരും ദുആയും ഒരുപോലെയല്ല. വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മമുള്ളവരുടെ ദുആക്ക് എന്തായാലും ഉത്തരം കിട്ടും.
കിട്ടും. അപ്പൊ നമ്മൾ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി, അതിൽ കുറെ മുസീബത്ത് പറ്റിയ ആളുകളും ഉണ്ട്. അവരൊക്കെ റബ്ബിനോട് കൈ ഉയർത്തുമ്പോ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും, അള്ളാഹു ദുആക്ക് ഉത്തരം തരും. പ്രത്യേകിച്ച് ആളുകൾ ഒന്നിച്ച് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം കൊടുക്കും. ഒരാൾ ദുആർന്ന് മറ്റുള്ളവരൊക്കെ ആമീൻ പറഞ്ഞാൽ എല്ലാവരും അതിൽ പാർട്ട്ണർമാരാണ്, കൂറുകാരാണ്, എല്ലാവർക്കും പ്രതിഫലം കിട്ടും. അത് നമ്മൾ ഖുർആൻ ഓതുന്നത് വർദ്ധിപ്പിക്കണം, ദിക്ർ ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിക്ർ ധാരാളം ചൊല്ലണം. നബി തങ്ങൾ പറഞ്ഞില്ല 99 രോഗങ്ങൾക്ക് മരുന്നാണത്. അതിലേറ്റവും സിമ്പിളായ ഐസറുൽ ഹമ്മു, അതിലേറ്റവും സിമ്പിളായ രോഗം എന്ന് പറയുന്നത്, സിമ്പിളായ വിഷയം എന്ന് പറയുന്നത് അൽ ഹമ്മു, ടെൻഷനാണ്. ടെൻഷൻ നീങ്ങാനുള്ള മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്, അവൻ തരുന്ന കഴിവല്ലാതെ ആർക്കും ഒന്നുമില്ല എന്ന് പറയുന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. അതുപോലെ സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിക്കണം, അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കണം, അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കണം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വർദ്ധിപ്പിക്കണം. പടച്ചവന്റെ ഖുർആൻ, അതേ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അതേ, അത് മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ഒക്കെ രോഗത്തിനും എല്ലാറ്റിനും ശമനമാണ്. ഖുർആൻ ധാരാളമായി ഓതാൻ നോക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും സ്വർഗത്തിലേക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നവരായി നമ്മൾ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങളെ ഇനി നീ പരീക്ഷണം കൊണ്ട് ഞങ്ങളെ നീ ഇടം തട്ടിക്കരുത് റഹ്മാനെ. പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തന്നതെല്ലാം ഞങ്ങൾ പൊരുത്തപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഇനിയൊരു മുസീബത്ത് നീ തരാതെ ഞങ്ങളെ നാടുകളൊക്കെ നീ സംരക്ഷിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ മുസീബത്തിൽ ആരെല്ലാം ഞങ്ങളെ സമാധാനിപ്പിച്ചവരുണ്ടോ, ആരെല്ലാം സഹായിച്ചവരുണ്ടോ, ഇപ്പോഴും സഹായം നൽകിക്കൊണ്ടിരിക്കുന്നവരാരൊക്കെയുണ്ടോ, സംഘടിപ്പിക്കുന്നവരുണ്ടോ, അതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ വളണ്ടിയർമാരടക്കം ആര് ഞങ്ങളെ സമാധാനിപ്പിച്ചവരുണ്ടോ, മുസീബത്തുള്ള സ്ഥലത്ത് ജാതിയും മതവും നോക്കാതെ ആര് സഹായം ചെയ്തവരുണ്ടോ അവരെയൊക്കെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ.